എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് സമയം കളയാതെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം പ്രോൺസ് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 250 എന്നുള്ളത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള അളവാണ്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടുപേർക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എരിവുള്ള പൊടിയാണ്. മുളക് പൊടിയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതായിട്ട് കുറച്ച് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചെമ്മീനിലേക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പ്രോൺസിൻ്റെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ ഒരു ചീനച്ചട്ടി നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കംപ്ലീറ്റ് മസാലയും അങ്ങോട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 to 3 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ 3 മിനിറ്റിന് ശേഷം ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. തോലോട് കൂടിയാണ് ഞാൻ ചതച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയും, ഇത് ഏകദേശം 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കറി ലീവ്സ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പം അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മിക്സിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കാനുണ്ട്. 1 മുതൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിപ്പോൾ. അതിനുശേഷം ഇത് നല്ലപോലെ വരട്ടിയെടുക്കണം. എത്രത്തോളം നല്ല രീതിയിൽ വരട്ടിയെടുക്കാൻ പറ്റുമോ അതനുസരിച്ച് രുചി കൂടും. 3 മിനിറ്റ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു 3 to 4 മിനിറ്റ് നമുക്ക് നല്ലപോലെ വരട്ടിയെടുക്കാം. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 3 മിനിറ്റോളം വഴറ്റിയപ്പോഴേക്ക് എണ്ണയ്ക്ക് മുകളിലോട്ട് നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് 1 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കുമ്പോഴേ അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ നാടൻ ചെമ്മീൻ ഫ്രൈ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇതിൽ കറിവേപ്പില കൂടി വരുമ്പോഴാണ് റെസിപ്പി കംപ്ലീറ്റ് ആവുന്നത്. ഇത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്, തേങ്ങ ചേർത്തിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.